കഴിഞ്ഞ ശനിയാഴ്ച ദിവസമൊക്കെ ഈ കഴിഞ്ഞു പോയ വീക്കെൻഡ് എപ്പിസോഡിലൊക്കെ ലാലേട്ടൻ കിടന്ന് ഉറങ്ങി തുള്ളിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഒരു സംഗതി എല്ലാരും കണ്ടിട്ടുള്ളതാണ്. അത് അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല, ആരും ശ്രദ്ധിച്ചിട്ടില്ല. ജിൻഡോയെ ജയിലിലിട്ട് അടിച്ചത് എല്ലാരും കണ്ടിട്ടുള്ളതായിരിക്കണല്ലോ അല്ലേ? അത് ഇങ്ങനെ ഒരു അടിയാണെങ്കിലും ശരി, ഇനിയിപ്പോ നുള്ളലോ പിച്ചലോ അല്ലെങ്കിൽ വെറുതെ മാന്തലോ ചൊറിയലോ എങ്ങനെയാണെങ്കിലും ശരി, ഒരാൾ മറ്റൊരാളെ ഉപദ്രവിക്കുന്നത് അയാള് ഒരു വ്യക്തിന്റെ അടുത്ത് തോന്നുന്ന അറപ്പോട് കൂടെ അതല്ലെങ്കിൽ വെറുപ്പോ ദേഷ്യമോ വൈരാഗ്യമൊക്കെ വെച്ചിട്ടായിരിക്കൂലേ. അതിങ്ങനെ ഒരു അടിയാണെങ്കിലും ശരി. ഇപ്പം ആ കിച്ചണിൽ വെച്ചിട്ടുണ്ടായിട്ടുള്ള സംഭവം രശ്മിന് ഓക്കെ നല്ല ഷൗട്ട് ചെയ്ത് കണ്ടൊരു തള്ളുകളില്ലേ, അതിനെ ആയിരിക്കണല്ലോ കേട്ടോ ഞാൻ. പക്ഷെ ഈ ബിഗ് ബോസിന്റെയും ലാലേട്ടന്റെയും ഈ ബിഗ് ബോസ് ഡയറക്ടേഴ്സിന്റെയും അതിന്റെ ഈ അണിയറ പ്രവർത്തകരുടെയൊക്കെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെയൊക്കെ എന്താ പറയാ ഇരട്ടത്താപ്പ് അതെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. ഈ ഷോ നേരത്തിൻ ഗതി അറിയാതെ അല്ലെങ്കിൽ കാലത്തിൻ എന്താണ് അങ്ങനെയുള്ള ഓരോ സാധനങ്ങളൊക്കെ ഈ ടൈറ്റിലും അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാപ്ഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് ഈ ഷോനെ ഇങ്ങനൊന്നും കൊണ്ടെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ ബിഗ് ബോസിന്റെ ഒക്കെ ഉയരത്തിലിരിക്കുന്ന കുറെ ആളുകൾക്ക് സ്ത്രീകളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും സാമ്പത്തികപരമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു അങ്ങനെ കാണുന്നതായിരിക്കും ഉണ്ടാവുക. ഇതിനൊക്കെ അത്രേ പറയാനുള്ളൂ. അതല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള ഒരു കാരണം, ഒരാൾ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അത് ഓഫാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഗുണ്ടായിസല്ലേ? അതിന് ആ രീതിയിൽ തന്നെ പ്രതികരിക്കണ്ടേ? കാരണം ഒരു ഭക്ഷണം അത് പാകം ചെയ്യുന്ന സമയത്ത് സ്റ്റൗവോ ഗ്യാസോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അടുപ്പിലാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു ഭക്ഷണമാണ്. ഭക്ഷണം അതിനൊരു സ്വഭാവമുണ്ട് ഭക്ഷണം വേവിക്കുന്നതിനും പാകം ചെയ്യുന്നതിനൊക്കെ. അപ്പൊ ഈ ഒരു സമയത്ത് അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീലൊക്കെ കിട്ടുമോ? അപ്പോഴും കുറ്റക്കാരാവൂലേ? അതല്ലെങ്കിലും ഒരു ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അതൊക്കെ ഓഫാക്കുക എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഓവർ തന്നെയാണ്. അതിന് അടി മാത്രം പോരാന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ളൊരു കാര്യം ഒന്നും മെൻഷൻ ചെയ്യാതെ പല ഈ ഋഷിനും അഭിഷേകിനും അൻസബിനൊക്കെ ഇട്ടിട്ട് ഊക്കുകയാണ് ചെയ്യുന്നത്. എടാ ലാലനക്കൊക്കെ വേറെ എന്ത് പണിക്ക് പോയിക്കൊറ, ഇന്നൊക്കെ ലാലേട്ടാന്ന് വിളിക്കുക. ആ ഒരു ഇതിന് എനിക്കിപ്പോൾ തോന്നുന്നില്ല സത്യമായിട്ടും. ഭയങ്കര ഒരു അറപ്പിട്ട പരിപാടി കേട്ടോ ഈ ചെയ്യുന്നതൊക്കെ. ലാഷ് ഉളുപ്പുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കും.